ഞാനൊരു സ്വരം കേട്ടു. ഷീന, ഞാൻ കൃപാസനത്തിൽ പോവാണ് കേട്ടോ എന്നാണ് കേട്ടത്. അങ്ങനെ 2 തവണ കേട്ടു. കേട്ടപ്പോൾ പെട്ടെന്ന് ഉറക്കമല്ല, ഒരു കിടക്കുമ്പോഴാണ്. അപ്പോൾ ചാടി എണീറ്റ് ഞാൻ എല്ലായിടത്തും നോക്കി. പിന്നെ വിചാരിച്ചു, അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൂടെ 10th പഠിച്ച എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്വരവാ. എന്നാൽ പിന്നെ അവൾ വാട്സാപ്പിലോ വല്ലോ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, എന്താണെന്ന് ഓർത്തുന്നു. അപ്പോൾ ഒന്നും കാണുന്നില്ല. പിറ്റേ ദിവസം, ഒരു ദിവസം ശനിയാഴ്ച ദിവസം അങ്ങനെ പോയി. ഞായറാഴ്ച ദിവസം ഞാൻ അവളെ വിളിച്ചിട്ട് ചോദിച്ചു, എനിക്ക് സത്യം പറഞ്ഞ ഞാൻ അമ്മയുടെ കാല് വീണ് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കൃപാസനത്തെക്കുറിച്ച് ഞാൻ അത്ര നന്നായി ചിന്തിച്ചിരുന്നില്ല. ഒരു ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ അങ്ങേ അറ്റത്തായിരുന്നു എൻ്റെ എല്ലാ ചിന്തകളും പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാനതിനെ ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുള്ള അത്രയും തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ ആ സ്വരം കേട്ട് പിറ്റേ ദിവസം സൺഡേയിൽ ഞാൻ അവളെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, നിനക്ക് പോവാൻ സമയമായല്ലോ മോളെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു. ഹസ്ബൻഡ് നല്ലൊരു മനുഷ്യനാണ്. ഹസ്ബൻഡ് പക്ഷേ ആലപ്പുഴയിൽ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണോ എന്ന് പുള്ളിക്ക് ഒരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ ഒന്ന് കൊണ്ടുപോവോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പിന്നെ ഞാൻ പാലായിൽ നിന്ന് വരുന്നേ, നമുക്ക് പാലായിലും മാതാവിൻ്റെ നൊവേനയൊക്കെ ഉണ്ടല്ലോ, നിനക്കന്ന് അവിടെ പോയി കൂടാൻ മേലേ, എനിക്ക് നല്ല തിരക്കാണ്, നിൻ്റെ കൂടെ ഒന്ന് വരാനും ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് രാത്രി 10:30 ഹസ്ബൻഡിനോട് വന്നിട്ട് പറഞ്ഞു, നിനക്ക് എപ്പോഴാണ് കൃപാസനത്തിൽ പോകണ്ടേന്ന് ചോദിച്ചു. അങ്ങനെയാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുക്കാന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്താണെന്ന് അറിയില്ല. ആ ക്ലാസ് മുഴുവൻ ഞാൻ കേട്ടെ. എനിക്ക് പകുതി മനസ്സിലായി, പക്ഷേ പകുതി കാര്യങ്ങൾ മനസ്സിലായില്ല. ആ സ്പിരിറ്റൊന്നും എനിക്ക് മനസ്സിലാവണില്ല. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ എന്നെ ആരോ കണ്ണു മൂടി കൊണ്ടുപോയ പോലെയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം അങ്ങനെ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ വീട്ടിൽ വരുന്നതോടുകൂടി എനിക്ക് അന്ന് രാത്രിയിൽ ഞാൻ വൈകുന്നേരം പച്ചത്തിരി കത്തിച്ച് വെച്ച് എനിക്ക് ഒരു കാര്യം അങ്ങ് എടുത്തു. അമ്മയോടാണ് ഞാൻ സംസാരിച്ചത്. എനിക്ക് വാക്ക് മാറ്റാൻ ഒരിക്കലും പറ്റില്ല. ഞാൻ ആ പച്ചത്തിരി കത്തിച്ച് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയോടുകൂടി ഉടമ്പടി എൻ്റെ അങ്ങേയറ്റം ഞാൻ അതിനെപ്പറ്റി അറിയാൻ ശ്രമിച്ചു. വീണ്ടും അത് പാലിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി അമ്മയോട് പറഞ്ഞ വാക്കല്ലേ, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം വീണ്ടും ഞാൻ യൂണിവേഴ്സിറ്റി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോഴേക്കാണ് ഫെബ്രുവരി 1st വീക്കിൽ ഞാനൊരു സ്വരം, ജോസഫ് അച്ഛനെ ഞാനൊരു TV സ്ക്രീനിൽ കണ്ടു. അച്ഛൻ പറയുന്നു, 25-ാം തീയതിയോടുകൂടി എല്ലാ കാര്യങ്ങളും ശരിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ 2 പ്രാവശ്യം പറഞ്ഞു. അച്ഛനായിട്ട് ഇങ്ങനെ ഒരു വെള്ളി നിറച്ചൊരു വടി വീശി. അപ്പോഴത്തേക്ക് ഞാനോർത്തു, ഫെബ്രുവരി 25 ഉണ്ടല്ലോ, ഫെബ്രുവരി 25 ഒന്നും നടന്നില്ല. മാർച്ച് 25 വീണ്ടും യൂണിവേഴ്സിറ്റി ഓരോ പ്രാവശ്യം പിന്നീട് യൂണിവേഴ്സിറ്റി പോകുമ്പോഴും ഞാൻ ഗൈഡിൻ്റെ അടുത്ത് പോകുമ്പോഴും ആരും കാണാതെ അവരുടെയൊക്കെ ടേബിളിലും, സെക്ഷൻ ഓഫീസറുടെ ടേബിളിലും അതുപോലെ തന്നെ ഗൈഡിൻ്റെ ടേബിളിലും യൂണിവേഴ്സിറ്റിയുടെ വരാന്തയുടെ സൈഡിലും ഒക്കെ ഉപ്പ് വിതറി. ഞാൻ അമ്മയെ കൂടെ വരണേ, അമ്മ മുമ്പിൽ പോണേ എന്ന് പറഞ്ഞിട്ട് പോണേ. ഞാൻ അമ്മയുടെ ഉടുപ്പിൻ്റെ തുമ്പ് പിടിച്ചിട്ടാണ് പിന്നെ എപ്പോഴും നടക്കുന്നത്. അങ്ങനെ പിന്നെ മാർച്ച് 1st വീക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു മാറ്റവും ഇല്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ കസേരയിൽ ഒരു ലേഡി ഇരിപ്പുണ്ട്. അവരടുത്ത് ഞാൻ കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മാഡം എല്ലാം കഴിഞ്ഞു, മാഡത്തിന് എന്നെ ഒന്ന് സഹായിക്കാന്ന് വെച്ചപ്പോൾ അവർ ആരെയൊക്കെയോ വിളിച്ചു, ഓഫീസിൽ നിന്നൊക്കെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, ഒന്നും നടക്കത്തില്ല, പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ വീണ്ടും 25-ാം തീയതി, ഞാൻ 25 എന്നുള്ള ഡേറ്റിനെ പറ്റി വലിയ അവെയറായിട്ടൊന്നുമല്ല. എന്നിട്ട് എനിക്ക് ഇരിക്കപ്പുറത്തില്ല. ഞാൻ അമ്മ ഏറ്റെടുത്ത കാര്യമല്ലേ, എന്തായാലും ഞാൻ ഏതൊക്കെയായാലും ഇനി പുറകോട്ട് നിൽക്കത്തില്ല. അമ്മ മുന്നേ പോകും, ഞാൻ പുറകെ പോകും. ഇത്രയേ ഉള്ളൂ, ഇത്ര മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഞാൻ 25-ാം തീയതി പോവാമെന്നും പറഞ്ഞ് 25-ാം തീയതി ഹസ്ബൻഡും ഞാനും കൂടെ പോണേ, കേരളത്തിന് വെളിയിലാണ്. അപ്പം അങ്ങനെ പോയി. ഞങ്ങൾ അവിടെ ചെന്ന് കയറിയപ്പോഴേക്കും ഈ സെക്ഷൻ ഓഫീസർ തല കുനിച്ച്, വലിയ പുലിയാണ് സെക്ഷൻ ഓഫീസർ. അദ്ദേഹം അവിടെ വരുന്നവരെല്ലാം ഓടിക്കും. എന്നോടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യത്തിൽ ഇറക്കി വിടുന്ന ആൾ, ഇനി വരണ്ടെന്ന് പറഞ്ഞ ആൾ തല കുനിച്ചിരിപ്പുണ്ട്. പെട്ടെന്ന് അദ്ദേഹം പറയുകയാണ്, അവിടെ ഒരു ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവരെ കൊണ്ടുപോയി ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ അടുത്ത് ഓഫീസിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ആ സ്ത്രീ, ആദ്യം കണ്ട ആ ഓഫീസറെ ഞാൻ ഡെപ്യൂട്ടി രജിസ്ട്രാറെ കാണുന്നുണ്ട്. പക്ഷേ ആ പഴയ രജിസ്ട്രാറല്ല, മുഴുവൻ ഭാവപ്പകർച്ചയാണ്.